আমি আইন অনুযায়ী আমার বিবেচনার জন্য আনিত হইবে। ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. 5ാം തവണയും വിജയിച്ചാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തിയത്. ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലിരുന്ന വനിതാ ഭരണാധികാരി എന്ന ലോക റെക്കോർഡിട്ട 76-കാരിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് തുടർച്ചയായി ഇരുന്ന വനിതാ ഭരണാധികാരി എന്ന ലോക റെക്കോർഡ് മറികടക്കാൻ ഇനി അധിക ദൂരമില്ല. ഐസ്ലാൻഡിന്റെ പ്രസിഡന്റായിരുന്ന വിഗ്ഡിസ് ഫിൻ ബാഗഡോട്ടിറാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വനിത. 16 വർഷമാണ്, അതായത് 5844 ദിവസം ഇവർ അധികാരത്തിലിരുന്നത്. ഐസ്ലാൻഡിന്റെ 4ാമത്തെ പ്രസിഡന്റായി 1980-ൽ അധികാരത്തിലേറിയ ഇവർ 1996 വരെ ഈ പദവിയിൽ തുടർന്നു. 2009-ൽ ആരംഭിച്ച ഷെയ്ഖ് ഹസീനയുടെ ജൈത്രയാത്ര ഇപ്പോഴും തുടരുന്നു. പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കി തുടർച്ചയായി ഭരണമുറപ്പിക്കുന്നതിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വലിയ കഴിവുണ്ടെന്ന് എതിരാളികൾ പോലും തുറന്നു സമ്മതിക്കുന്നു. പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രൂപീകരിച്ച അവാമി ലീഗ് ഏകീകരിക്കുന്നതിനായി മാത്രം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പൊതുരംഗത്തെത്തിച്ച ഹസീനയുടെ വളർച്ച ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വനിതാ നേതാക്കളിൽ ഒരാളായ ഇന്ദിരാഗാന്ധിയോടാണ് ഷെയ്ഖ് ഹസീനയെ രാഷ്ട്രീയ പ്രമുഖർ ഉപമിക്കുന്നത് പോലും. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. ഷെയ്ഖ് ഹസീനയുടെ കഴിഞ്ഞ നീണ്ട ഭരണകാലത്ത് നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് അറസ്റ്റിലായത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാലം കൂടിയായിരുന്നു അത്. ബംഗ്ലാ ദേശീയ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, ബീഗം ഫസിലത്തുന്നീസ മുജീബ് ദമ്പതികളുടെ മൂത്ത മകളാണ് ഷെയ്ഖ് ഹസീന. 1947 സെപ്റ്റംബർ 28-ന് കിഴക്കൻ ബംഗാളിലെ തുങ്കിപുരയിലാണ് ഇവരുടെ ജനനം. 1975-ലെ പട്ടാള അട്ടിമറിയിൽ ഹസീനയും ഭർത്താവും കുട്ടികളും സഹോദരി രഹാനയും ഒഴികെ പിതാവ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെ കുടുംബത്തിലെ മിക്കവരും കൊല്ലപ്പെട്ടു. 1975 ഓഗസ്റ്റ് 15-നായിരുന്നു ഈ സംഭവം. ഈ സമയം യൂറോപ്പ് സന്ദർശനത്തിലായിരുന്ന ഹസീനയും വസീദും രഹാനയും പടിഞ്ഞാറൻ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസഡറുടെ വീട്ടിൽ അഭയം തേടി. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവർക്ക് രാഷ്ട്രീയ അഭയം നൽകി. 6 വർഷക്കാലത്തോളം അവർ ഇന്ത്യയിൽ തങ്ങി. അന്നത്തെ പട്ടാള സർക്കാർ തലവനായ സിയാ ഉർ റഹ്മാൻ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതിന് ഹസീനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ 1981-ൽ അവാമി ലീഗ് പാർട്ടി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തന്റെ രാജ്യം സന്ദർശിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 1981 മെയ് 17-ന് അവർ ബംഗ്ലാദേശിൽ തിരിച്ചെത്തി. തുടർന്ന് ഹസീന തന്റെ രാഷ്ട്രീയ എതിരാളിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ തലവനായ ഖാലിദ സിയയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി. രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കാനുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വവും നൽകി. 1990-ലെ ഈ പ്രക്ഷോഭത്തിലൂടെ അന്നത്തെ സൈനിക ഭരണാധികാരിയായ ഹുസൈൻ മുഹമ്മദ് ഇർഷാദിനെ താഴെയിറക്കാനും ഇവർക്ക് സാധിച്ചു. എന്നാൽ സിയയും ഹസീനയും തമ്മിലുള്ള സഖ്യം അധികനാൾ നീണ്ടുനിന്നില്ല. 1996-ൽ അവാമി ലീഗ് പാർട്ടിയെ മുൻനിരയിൽ നിന്ന് നയിച്ച ഹസീന അധികാരത്തിലെത്തി. 2001-ലെ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് പരാജയപ്പെട്ടു. ഹസീന പ്രതിപക്ഷ നേതാവായി. അവർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നടന്നതായി ആരോപിക്കപ്പെടുന്ന അഴിമതിക്കുറ്റം ചുമത്തി 2007 ജൂലൈ 16-ന് അവർ അറസ്റ്റിലായി. തുടർന്ന് 2008 ജനുവരിയിൽ ജയിൽ മോചിതയായി. പിന്നീട് 2009-ൽ വീണ്ടും അവർ അധികാരം പിടിച്ചെടുത്തു. അത് വീണ്ടും തുടരുന്നു. എന്നാൽ പതിയെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങിയെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ വിലയിരുത്തുന്നത്. ഹസീനയുടെ ഭരണകാലത്ത് രാഷ്ട്രീയ എതിരാളികളും ആക്ടിവിസ്റ്റുകളും കൂട്ടമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി കൂടിയായ സിയയെ 2018-ൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ജയിലിലാക്കുകയും ചെയ്തു. വ്യാജ ആരോപണത്തിന്റെ പേരിലാണ് സിയയെ ജയിലിലടച്ചതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സിയയെ ധാക്കയിലെ സ്വന്തം വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കർശന നിർദ്ദേശവും സിയയ്ക്ക് നൽകി. സിയയുടെ മകനായ താരിഖ് റഹ്മാനാണ് BNPയുടെ ആക്ടിംഗ് ചെയർമാൻ. എന്നാൽ നിരവധി ആരോപണങ്ങളെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹവും പ്രവാസ ജീവിതം നയിക്കുകയാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാവായ മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇപ്പോഴും തടവിലാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിലെ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് നേതാക്കൾ ജയിലിലായത്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹസീന സർക്കാർ 10,000-ലധികം പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെയാണ് വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തതെന്ന് BNPയും മറ്റ് അവകാശ സംഘടനകളും ആരോപിക്കുന്നു. Those who want to criticize, they can criticize. It is their liberty. It is their liberty. I have my own belief.
Whether it is right or wrong, I believe that and I trust on that. I trust on myself that yes, I have done the right thing and the election was free and fair. രാജിവെക്കണമെന്നും തെരഞ്ഞെടുപ്പ് നടത്താൻ നിഷ്പക്ഷ അധികാരിയെ അനുവദിക്കണമെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഹസീന തള്ളിയിരുന്നു. കൂടാതെ ഒക്ടോബറിൽ ധാക്കയിൽ 14 പേർ കൊല്ലപ്പെട്ട പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം നേതൃത്വം നൽകിയെന്ന് ഷെയ്ഖ് ഹസീന ആരോപിക്കുകയും ചെയ്തു. അതേസമയം രാജ്യത്തെ സമാധാനം തകർക്കാൻ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നുവെന്നാണ് ഹസീനയുടെയും കൂട്ടാളികളുടെയും പ്രധാന ആരോപണം. ഷെയ്ഖ് ഹസീനയുടെ കഴിഞ്ഞ 15 വർഷത്തെ ഭരണം സ്വേച്ഛാധിപത്യത്തിന് സമാനമാണെന്നാണ് വിമർശകരുടെ വാദം. എന്നാൽ ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കാര്യമായ ഇടപെടലും റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വിഷയത്തിൽ സ്വീകരിച്ച നടപടിയും ഷെയ്ഖ് ഹസീനയുടെ ആഗോള പ്രശസ്തി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. 5ാം തവണയും വിജയിച്ച് അധികാരത്തിലെത്തുന്ന ഹസീനയുടെ ഭരണത്തെ ഉറ്റുനോക്കുകയാണ് രാജ്യത്തെ ജനങ്ങളും പ്രതിപക്ഷവും. ഷെയ്ഖ് ഹസീന കൂടുതൽ സ്വേച്ഛാധിപതിയാകുമോ അതോ ലിബറൽ നേതാവാകുമോ എന്നാണ് ലോക നേതാക്കളും ഉറ്റുനോക്കുന്നത്. 1996 ഹസീനയും 2024 ഹസീനയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് വിമർശകരും പ്രതിപക്ഷവുമടക്കം വിലയിരുത്തുന്നു. 1996 പാർലമെന്റിൽ കൃത്യമായ ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്നു ഹസീന. എന്നാൽ 2024 എത്തി നിൽക്കുമ്പോൾ വമ്പൻ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ അമരക്കാരിയാണ് അവർ. രാജ്യത്തെ ഒറ്റപ്പാർട്ടി രാഷ്ട്രമാക്കാൻ കഴിഞ്ഞുവെന്നും വിലയിരുത്തപ്പെടുന്നു. ഭരണത്തെ വെല്ലുവിളിക്കാൻ തരത്തിൽ മറ്റൊരാൾക്ക് ഇടം നൽകാൻ ഹസീന തയ്യാറാകുന്നില്ലെന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BNP ആരോപിക്കുന്നു. അവരുടെ ഭരണത്തെ മാറ്റിസ്ഥാപിക്കാനുള്ള ജനാധിപത്യപരമായ എല്ലാ വഴികളും ഹസീന അടയ്ക്കുകയാണെന്നും BNP വിമർശിക്കുന്നു. തന്റെ എതിരാളികൾ ഇന്നും 1980കളിലും 90കളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ ഹസീന തന്റെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് സമർത്ഥമായി കളിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് ഭരണത്തിലും പ്രവർത്തന മികവിലും മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് സാധിച്ചു. തന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ വികസനങ്ങളായിരുന്നു അവർക്ക് കൂടുതൽ നേട്ടമായി മാറിയത്.